ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു സ്ക്വയർ കുഷൻ കവറാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ സാറ്റൻ ക്ലോത്തിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 2 കളറാണ്. ഒരു ലൈറ്റും ഡാർക്കും ഒക്കെ എടുത്താൽ നല്ലതായിരിക്കും. ഇനി നമുക്കതിൻ്റെ അളവ് നോക്കാം. ഇപ്പോൾ 13 ഇഞ്ചാണ് ഇതിൻ്റെ നീളവും വീതിയും. സ്ക്വയർ പീസാണ്, 2 പീസാണ് വേണ്ടുന്നത് നമുക്ക്. ഇപ്പോൾ 2 പീസും കൂടി ചേർത്ത് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കോർണർ ടു കോർണർ ഒന്ന് വരച്ച് കൊടുക്കണം. നമുക്കതിലേ കൂടി സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യാനുള്ളതാണ്. ഫസ്റ്റ് നമ്മൾ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ശേഷം നമ്മൾ ഈ കോർണർ ടു കോർണർ 2 സൈഡ് വരച്ച് 2 കോർണറും ആ വരച്ച ഭാഗത്തു കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്. ഇപ്പോൾ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് നമ്മളത് കട്ട് ചെയ്യുകയാണ്. ആ 2 ഭാഗവും കട്ട് ചെയ്ത് മാറ്റണം. സ്റ്റിച്ച് ചെയ്തെടുത്തുകൂടി തന്നെ നമ്മൾ കട്ട് ചെയ്യണം. അപ്പോൾ നൂലങ്ങ് വിട്ടുപോകും. ഇടാത്തടത്ത് നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതിയാകും. അപ്പം നമ്മളത് സ്റ്റിച്ച് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 2 പീസ് ചേർത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് 4 പീസായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് തയ്യൽ തുമ്പ് ഏതെങ്കിലും ഒരു സൈഡിലോട്ടാക്കിയതിന് ശേഷം നമ്മൾ ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ 2 പ്രാവശ്യം വീതം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയൺ ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾക്ക് ആ കട്ട് ചെയ്ത ഭാഗം, ആ കോർണർ കുറച്ച് എക്സ്ട്രാ നിൽക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ സാറ്റൻ ക്ലോത്ത് തന്നെ നിങ്ങൾക്ക് വേണമെന്നില്ല. പ്ലെയിൻ കളർ കുറച്ച് ഷൈനിങ്ങുള്ള ഏത് തുണിയിലും നമ്മൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തത് ഇപ്പോൾ ഇങ്ങനെ ഒന്നിടവിട്ട് ഒരു കളറ് ലൈറ്റും ഡാർക്കുമായിട്ട് വയ്ക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത ഭാഗമാണ് നമ്മൾ ജോയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 പീസും കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, 2 ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ. അപ്പോൾ ഈ 2 കളറും കൂടി ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾ. ഇപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമ്മൾക്ക് ആ 2 പീസിനെയും കൂടി ഒന്നുകൂടി ജോയിൻറ്റ് ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ആ മിഡിൽ ഭാഗത്ത് നമ്മൾ ചേർത്ത് വെച്ചിട്ടൊന്ന് പിൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാറിപ്പോയില്ല. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇപ്പോൾ 2 പീസിൻ്റെയും കുറേശ്ശെ തുണി മതിയല്ലോ നമുക്ക്. ഇതിപ്പോൾ നമ്മൾ ജോയിൻ ചെയ്തു കഴിഞ്ഞു. ഇനി നമുക്ക് ആ തയ്യൽ തുമ്പ് ഒരേ സൈഡിൽ ഒരു സൈഡിലാക്കി വെച്ചതിന് ശേഷം ഒന്നുകൂടി അയൺ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓണം വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തു വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും. പുറത്ത് പോയി വാങ്ങുകയും വേണ്ട, നമുക്ക് കുറച്ച് സമയവും മതി. നമുക്ക് ഇതുപോലെ 3 എണ്ണം 5 എണ്ണം അങ്ങനെയൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ്. ഇപ്പം അയൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിലേക്കൂടെ നമുക്ക് എൻവലപ്പ് കവർ ഉണ്ടാക്കാം. ബാക്കിലും കൂടി ഒരു വലിയ അളവ്, ഇപ്പം നിങ്ങൾക്കറിയാമല്ലോ, അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഒരു വലിയ പീസും ചെറിയ പീസുമാണ്. അപ്പോൾ വലിയ പീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചെറിയ പീസ് വെച്ചതിന് ശേഷം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇപ്പോൾ എളുപ്പമാണ്. അപ്പോൾ 4 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. 2 പ്രാവശ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ 2 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല വശത്തേക്കാക്കാം. ഇപ്പോൾ 16 ഇഞ്ച് ഇത് ഞാൻ തന്നെ ചെയ്ത കുഷനാണ്. ഇപ്പോൾ 16 ഇഞ്ചാണ് ഇതിൻ്റെ വീതിയും നീളവും. സ്ക്വയർ കുഷനാണ്. ഇപ്പോൾ 16 ഇഞ്ചിൻ്റെ കുഷൻ കവറാണ് ഈ ചെയ്തത്.
അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 2 പീസ് തുണി ചേർത്ത് വയ്ക്കുന്നത് കൊണ്ട് ഞാൻ 16 ഇഞ്ച് കുഷ്യന് വേണ്ടിയിട്ട് 13 ഇഞ്ചിൻ്റെ 2 പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയില്ലേ കാണാൻ. വീട്ടിൽ ഇതേപോലെ ചെയ്ത് വെച്ചാൽ ഓണത്തിനൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ഭംഗിയാണ്. നമുക്ക് കുറച്ച് സമയം മതി. ഇപ്പോഴേ നിങ്ങൾ ചെയ്ത് വെക്കുക. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് കരുതുന്നു. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്.